നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻസർ വരുന്നത് ഫസ്റ്റ് പ്രോബബിലിറ്റി ദാറ്റ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. അപ്പം ചെയ്യാനായിട്ട് നമുക്കറിയാം ഇൻ്റഗ്രലാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന് യൂസ് ചെയ്യുക. ഇൻ്റഗ്രൽ 2 to 3 എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇതാണ് ഫോർമുല 2 to 3. ഇനി 2 to 3 ഇന്നുള്ള ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 1 to 5 അകത്താണ്. അപ്പോൾ 1 to 5 നമുക്കറിയാം. ഇതിൻ്റെ PDF എന്താ വരുന്നത്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് എക്സിൻ്റെ PDF എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓൺ 1 to 5. അപ്പോൾ അതിൻ്റെ PDF എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/5 minus 1, 1/4 for 1 less than x less than 1, 0 otherwise എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ ഈ PDF ആണ് എഫ് ഓഫ് എക്സ് വരുന്നത്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1/4 ആണ്. 1 to 5 ബാക്കിയുള്ളിടത്തെല്ലാം 0. അപ്പോൾ 2 to 3 ഫംഗ്ഷൻ്റെ വാല്യൂ എഗെയിൻ 1/4 തന്നെയാണ്. 1 to 5 കംപ്ലീറ്റ്ലി 1/4 ആണ്. അപ്പോൾ 2 to 3 1/4 ആണ്. സോ ഇൻ്റഗ്രൽ വരിക 2 to 3 1/4 dx ഈക്വൽ ടു x/4 2 to 3 ഈക്വൽ ടു 1/4. പ്രോബബിലിറ്റി വരിക 1/4 ആണ്. ദെൻ സെക്കൻഡ് വൺ, probability that x greater than 4. അപ്പോൾ ഇൻ്റഗ്രൽ 4 to infinity എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളതാണ്. പക്ഷേ 4 to infinity 4 to 5 വരെ ഫംഗ്ഷൻ വാല്യൂ നമുക്കറിയാം 1/4 ആണ്. പ്ലസ് 5 മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ വാല്യൂ എന്താ വരിക? 0 ആണ്. അപ്പോൾ നമുക്ക് 4 to 5 ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ x/4 ഈക്വൽ ടു 1/4 വരും പ്രോബബിലിറ്റി. ദെൻ അടുത്തത് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ 3. എക്സ് ലെസ് ദാൻ 3 എന്ന് വെച്ചാൽ ഈക്വൽ ടു -infinity to 3 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു -infinity to 1 0 ഡി എക്സ്. 1 to 5 ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് വരുന്നത്? 1/4 വരുന്നത്. അപ്പോൾ അല്ലാത്തടത്ത് 1 to 3 -infinity to 1 ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഇനി അപ് ടു 3 അല്ലേ വേണ്ടേ? അപ്പോൾ 1 to 3 1/4 dx ഈക്വൽ ടു x/4 1 to 3 ഈക്വൽ ടു 2/4. റൈറ്റ്. ദെൻ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു 5. അപ്പോൾ എക്സ് ഈക്വൽ ടു 5 ഒക്കെ വരുന്ന സമയത്ത് ഒരു ഇൻ്റഗ്രൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ്റഗ്രൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ 5 to 5. എക്സ് ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ 5 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 5 വരെ ഈക്വൽ ടു 0 ആണ്. ഇൻ്റഗ്രൽ a to a 0 ആണ്. അതല്ലെങ്കിൽ ജനറലി മനസ്സിലാക്കാവുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ ഇഫ് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ യൂണിഫോം തന്നെ ആവണമെന്നില്ല, ഏതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിലും ഇഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് random variable, then probability that x equal to a will be always equal to 0. ഓക്കെ, അങ്ങനെ ആയിരിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് 1/∞ ആണ്. ഒരു ഫേവറബിൾ കണ്ടീഷൻ എക്സ് ഈക്വൽ ടു എ എന്നുള്ളത് ടോട്ടൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസിൽ ഒരു ഫേവറബിൾ ഔട്ട്കം മാത്രമാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ഇൻഫിനിറ്റിയും ഫേവറബിൾ ഔട്ട്കം 1 വരും. അപ്പോൾ 1/∞ 0 എന്നുള്ള രീതിയിലാണ് പ്രോബബിലിറ്റി വരിക. മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിലെ ഒരു സ്പെസിഫിക് റാൻഡം വേരിയബിൾ ആയിട്ടുള്ള യൂണിഫോം റാൻഡം വേരിയബിൾ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി
ഇതിൽ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ മീൻ ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓൺ എ ബി അതെന്താണ് വരിക നോക്കാം. അപ്പോൾ മീൻ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു, നമുക്കറിയാം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ എല്ലായിടത്തും ഫംഗ്ഷൻ വാല്യൂ നോൺ സീറോ അല്ല. ആകെ എ ടു ബിയിൽ മാത്രമാണ് ഫംഗ്ഷൻ വാല്യൂ നോൺ സീറോ ആയിട്ടുള്ളത്. എ ടു ബിയിൽ ഫംഗ്ഷൻ വാല്യൂ 1/b മൈനസ് എ ആണ് ഇൻറ്റു എക്സ് ഡി എക്സ്. ബാക്കിയുള്ളിടത്തെല്ലാം സീറോ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ സീറോ ആയിരിക്കും. ദെൻ ഇതിൻ്റെ ഇൻ്റഗ്രൽ വരിക 1/b മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. എക്സ് സ്ക്വയർ ബൈ 2ൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2. ഓക്കെ, ദെൻ ബി മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വെച്ചാൽ ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ ബൈ 2 ഇൻറ്റു നമ്മുടെ പുറത്തെടുത്തിട്ടുള്ള 1/b മൈനസ് എ. അത് ക്യാൻസൽ ചെയ്ത് പോകും. സോ ഫൈനലി മീൻ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 വരും. ഓക്കെ, ഇതുപോലെ വേരിയൻസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താ വരുന്നത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റഗ്രൽ ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് ജനറൽ ഫോർമുല. പക്ഷേ എ ടു ബിയിൽ മാത്രമേ നോൺ സീറോ വാല്യൂ ഉള്ളൂ. ഇൻറ്റഗ്രൽ എ ടു ബി 1/b മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1/b മൈനസ് എ ഡി എക്സ് ഈക്വൽ ടു 1/b മൈനസ് എ ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 0 a to b equal to 1/b minus a into b cube by 3 minus a cube by 3. Okay. ഇനി നമുക്ക് ഇതിൽ ഇത് പുറത്തെടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു ഇത് വെച്ചിട്ട് വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അത് വരുന്നത് ഇത് 1/3 ഇൻറ്റു ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ എന്നുള്ളതാണ്. ഇതിൽ നിന്ന് മൈനസ് നമുക്ക് എന്ത് വേണം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, അതായത് ബി മൈനസ് എ ഹോൾ സ്ക്വയർ ബി പ്ലസ് എ ഹോൾ സ്ക്വയർ ബൈ 4 ചെയ്ത് നോക്കിയാൽ ബി സ്ക്വയർ ക്യാൻസൽ ചെയ്യും. ഇവിടെ ബി സ്ക്വയർ കോമൺ ഡിനോമിനേറ്റർ ആക്കാം. അപ്പം ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1/12 വരും. 3/12 ആക്കാം. അപ്പോൾ 4b സ്ക്വയർ മൈനസ് 3b സ്ക്വയർ വരും. അങ്ങനെ ഒരു ബി സ്ക്വയർ എന്നുള്ള ടേം ഉണ്ടാവും. ദെൻ ഇവിടെ 4ba ഉണ്ട്, അവിടെ മൈനസ് 6ba ഉണ്ടാവും. അപ്പോൾ മൈനസ് 2ba ഓർ എ ബി മൈനസ് 2ab. ഇവിടെ 4a സ്ക്വയർ മൈനസ് 3a സ്ക്വയർ, അപ്പം പ്ലസ് എ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 12 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ 12. ഇങ്ങനെയാണ് ഫൈനൽ ആൻസർ ഉണ്ടാവും. ഓക്കെ, ഇതാണ് വേരിയൻസ്. അപ്പോൾ മീൻ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2, വേരിയൻസ് ഈക്വൽ ടു ബി മൈനസ് എ ഓർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ബൈ 12. ബി മൈനസ് എ ആണെങ്കിലും എ മൈനസ് ബി ആണെങ്കിലും ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ സെയിം ആണ്. ഓക്കെ, ഇങ്ങനെയാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച്
പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പിൽ വരാം. അതുപോലെ മീൻ വേരിയൻസ് എന്താണെന്നുള്ള ഫോമുല. അപ്പോൾ ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ. ഓക്കെ, താങ്ക് യു.